الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم وإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ ഒരു ആദർശ പഠനവേദിയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനനായ ഇബ്രാഹിം സാനി കൃത്യമായും മർക്കസ് ദഅവയുടെ ആദർശ വ്യതിരിക്തത നമ്മെ ബോധ്യപ്പെടുത്തി. ഇതിനു മുമ്പ് കുടുംബവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഫൈസൽ നന്മണ്ട വിശദീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എനിക്ക് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ള ഭാഗം പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. വളരെ പരിമിതമായ സമയം കൊണ്ട് നമ്മുടെ പ്രമാണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലഘു വിശദീകരണം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായി ഊന്നി വെച്ചത് സൂറത്തുൽ നിസായിലെ 59-ാമത്തെ ആയത്ത്. പ്രമാണങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാവരും നാളിതുവരെ കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയാറുള്ള ഒരു ആയത്താണ്. കാരണം 3 ഭാഗം അതിനകത്ത് നിൽക്കുന്നതാണ്. ആയത്ത് തുടങ്ങുന്നത് തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അല്ല, അവർക്ക് പോകണം, അവരുണ്ട്, കൂട്ടുകാരുണ്ട് 3 ആള്. അതെ, ഒരുമിച്ച് അവിടെ കിടന്നിട്ട് അവർക്ക് പോകണം. ഇത് ഇന്നലെ പോന്നിട്ട് കൊടുക്കും. നിങ്ങളിൽ നിന്ന് ശാസനാധികാരമുള്ള ആളുകളെ അനുസരിക്കുക. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, ഇനി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കം വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, ആ വിഷയത്തിൻ്റെ പരിഹാരത്തിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളത് മടക്കുക. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല, അതാണ് ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും നല്ല പര്യാവസാനവും അതിനാണ് ഉള്ളത്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പ്രമാണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക. ഭരണാധികാരികൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, വിധികർത്താക്കൾ, ഇങ്ങനെ ശാസനാധികാരമുള്ള മുഴുവൻ ആളുകളെയും അനുസരിക്കുക. എന്നാൽ നിങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ പ്രഥമ സ്ഥാനം ആ തർക്ക പരിഹാരത്തിന് എങ്ങോട്ട് പോകണം? മുസ്ലിം ലോകത്തിനിടയിൽ തർക്കമില്ല ആ വിഷയത്തിൽ. എന്താണത്? പരിഹാരം ഒന്നാമതായി ഖുർആനിലുണ്ടോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണം, അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. അപ്പോൾ ഖുർആനിലേക്ക് പോകണം. ഇലല്ലാ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ മുഫസ്സിറുകളും നൽകിയിട്ടുള്ള വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ്. ഖുർആനിലേക്ക് പോവുക. വൈലർ റസൂൽ, ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വളരെ കൃത്യമായി പറയുന്നുണ്ട്,
ഐ ഇലാ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, വർ റസൂൽ എന്ന് പറഞ്ഞാൽ വസുന്നത്തി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കും എന്നാണ്. അപ്പോൾ ഒന്നാമതായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കാണ്. രണ്ടാമതായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്കാണ്, ഹദീസിലേക്കാണ്. ഇത് തർക്കമില്ലാത്ത വിഷയമാണ്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താ? വഇന്നഹു ലകിതാബുൻ അസീസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അജയ്യമായിട്ടുള്ള ഗ്രന്ഥമാണ്. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ബാത്തിൽ കടന്നു വരുന്ന പ്രശ്നമില്ല. വ്യാജമായതൊന്നും തന്നെ കടന്നു വരുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ട്? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സ്തുത്യാർഹനായിട്ടുള്ള യുക്തിമാനായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് ഒരു ബാത്തിലും അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വരികയില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് വ്യാജമേതാണ് സത്യമേതാണ് എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ദുർബലമായത് പ്രബലമായത് പദവിയുള്ളത് പദവി കുറഞ്ഞത് എന്നിങ്ങനെ പറയേണ്ട പ്രശ്നമില്ല. അത് വിശുദ്ധ ഖുർആനിന് മാത്രമുള്ള സംഗതിയാണ്. ഇത് മർക്കസ് ദഅവക്കാർ മാത്രം പറഞ്ഞു വെക്കുന്നതല്ല. ഇപ്പോ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ അൽമനാർ, ഈ അൽമനാറിൽ ഇത് സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഖുദ്സി ഹദീസും നബി ഹദീസും എന്ന് പറഞ്ഞ് അബുൽ ഫളിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. ഇതിൻ്റെ മുന്നിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ്. ഖുർആനും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാനാണ് ഞാൻ. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസും ഒരേ സ്വരത്തിൽ തുല്യമായി പറയാൻ പറ്റൂല്ലേ? എന്തുകൊണ്ട്? വളരെ കൃത്യമായി ഇതിനകത്ത് തന്നെ വിശദീകരണമുണ്ട്. ഇത് മർക്കസ് ദഅവക്കാർ പുതുതായി പറയുന്നതല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യകരമാണ്. നമസ്കാരത്തിൽ അവ ചൊല്ലേണ്ടതുണ്ട് ഖുർആനിനെ കുറിച്ച്. എന്നാൽ ഖുദ്സി ഹദീസുകൾ സാധാരണ ഹദീസല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്ന ഹദീസാണ് ഖുദ്സി ഹദീസ്. ഈ ഖുദ്സി ഹദീസുകൾ പാരായണം ചെയ്ത് നമസ്കരിക്കാവതല്ല. അതാ വ്യത്യാസം. ഒന്ന്, അത്തരം നമസ്കാരം ശരിയാവുകയില്ല. അപ്പൊ പിന്നെ ഖുർആൻ ഒന്നാം പ്രമാണമായ ഖുർആനും രണ്ടാം പ്രമാണമായ ഹദീസും എങ്ങനെയാ ഒന്നാവുക, തുല്യമാവുക? ഒരേ സ്വരത്തിൽ പറയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? സാധ്യമല്ല. അത്തരം നമസ്കാരം ശരിയാവുകയില്ല. ഇനി പവിത്ര ഗ്രന്ഥം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ സ്പർശിക്കുന്നതിന് വലിയ അശുദ്ധി, ആർത്തവമുള്ള സ്ത്രീകൾ, പ്രസവിച്ച് കിടക്കുന്നവർ എന്നിവർക്ക് പരിമിതിയുള്ളതുപോലെ ഖുദ്സി ഹദീസുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ സ്പർശിക്കുന്നതിന് വിലക്കുകളില്ല. മാത്രമല്ല ഖുർആനിന്റെ പദങ്ങൾക്കും ആശയങ്ങൾക്കുമെല്ലാം അമാനുഷികതയുള്ളതുപോലെ, എങ്ങനെ ഇജാസ് ഉള്ളതുപോലെ ഖുദ്സി ഹദീസുകൾക്ക് അമാനുഷികതയില്ല. ഖുർആനിന്റെ ആശയങ്ങൾക്ക് അമാനുഷികതയുള്ളതുപോലെ ഖുദ്സി ഹദീസുകൾക്ക് അമാനുഷികതയില്ല. ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലമുള്ളതുപോലെ ഖുദ്സി ഹദീസുകൾ പാരായണം ചെയ്താൽ അത് പ്രതിഫലാർഹവുമല്ല. വളരെ കൃത്യമായി പറഞ്ഞു. ഇതാ നമ്മൾ പറയുന്നത്. ഒന്നാമതായി മടങ്ങേണ്ടത് ഖുർആനിലേക്കായിരിക്കണം. ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അതിൻ്റെ പരിഹാരത്തിനായി ഒന്നാമതായി ഒരു മുസ്ലിം അവലംബിക്കേണ്ടത് ഖുർആനായിരിക്കണം.
ഇതെല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ്. അത് മർക്കസ് ദഅവക്കാരുടെ മാത്രം ഒരു ആശയമായി പറയേണ്ടതില്ല. ആ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ രണ്ടാം പ്രമാണമായി ഒരു മുസ്ലിം സ്വീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ഖുർആൻ പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹി. നിനക്ക് ദിക്ർ അവതരിപ്പിച്ചു തന്നതുപോലെ അതിൻ്റെ ബയാൻ, അള്ളാഹു പറയാൻ, നിനക്ക് അത് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് നാം അത് അവതരിപ്പിച്ചു തന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിന് ബയാൻ വേണം. പല വിഷയങ്ങളിലും ഖുർആൻ പ്രതിപാദിക്കപ്പെട്ട സംഗതികളുടെ ബയാൻ, വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണം നൽകേണ്ടത് ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ അറിയാം. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മൈത്തത്ത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശവം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എവിടെ നിന്നാണ് മീൻ ചത്തു കഴിഞ്ഞാൽ അത് നജസല്ല എന്ന് മനസ്സിലാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നാണ്, വിശദീകരണത്തിൽ നിന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്നാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആനിലെ പല ഭാഗങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരും. അപ്പോൾ ഖുർആനിന്റെ വിശദീകരണം, അതിന്റെ വ്യാഖ്യാനം എന്ന നിലയിൽ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണം എന്ന നിലയിൽ ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ. ഖുർആൻ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, ഖുർആന് പുറമെ യാതൊരുവിധ വഹിയുമില്ല എന്ന വാദം ഇസ്ലാമിക വിരുദ്ധം, അത് പ്രമാണ വിരുദ്ധമാണ്. എന്നാൽ ഹദീസുകൾ എന്ന് കേൾക്കുമ്പോൾ ആ പേരിൽ പറയപ്പെടുന്നതെല്ലാം സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതെല്ലാം സ്വീകരിക്കാൻ പറ്റില്ല. ഹദീസുകളിൽ മഖ്ബൂലുണ്ട്, മർദൂദുണ്ട്, മൗലൂ ആയ ഹദീസുകളുണ്ട്. എന്താ മൗലൂ ആയ ഹദീസുകളെ കുറിച്ച് പറഞ്ഞത്? ഇതേ അൽമനാറിൽ തന്നെ മൗലൂഇനെ കുറിച്ച് പറഞ്ഞത് നോക്കണം. ഏറ്റവും ദുഷിച്ചതും തീർത്തും തിരസ്കൃതമായതുമാണ് മൗലൂ അഥവാ നിർമ്മിത ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചേർത്തു പറയപ്പെട്ട വ്യാജ ഹദീസുകളാണവ. സ്വയം ചവച്ചുണ്ടാക്കിയ വചനങ്ങൾ, മഹൽ വചനങ്ങൾ, ആപ്തവാക്യങ്ങൾ എന്നിവയ്ക്ക് സനതുണ്ടാക്കുകയായിരിക്കും വ്യാജ ഹദീസ് നിർമ്മാതാക്കൾ മിക്കവാറും ചെയ്യുക. മൗലൂ ആയ ഹദീസുകൾ നിർമ്മിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ ഉദ്ധരിക്കാവതല്ല. അങ്ങനെ വ്യക്തമാക്കാതെ അവ ഉദ്ധരിക്കുന്നത് നിഷിദ്ധമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. സനതുണ്ടാക്കുകയാണ് വ്യാജ ഹദീസുകൾക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സനത് സഹീഹായി എന്നതുകൊണ്ട് മാത്രം എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റുമോ? സനത് സഹീഹാണോ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വെട്ടി വിഴുങ്ങിക്കോ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ വ്യാജമായി ഹദീസുകൾ ഉണ്ടാക്കിയിട്ട് സനത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്നാ പറഞ്ഞത്. അപ്പൊ സനത് മാത്രം സഹിഹായാൽ പോരാ, പിന്നെന്ത് വേണം? മത്തിന്, കണ്ടന്റ്, ടെക്സ്റ്റ്. ആ ടെക്സ്റ്റും സഹിയാകണം. ഇത് വളരെ കൃത്യമായ രൂപത്തിൽ ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ, ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആനിന്റെ മൗലികമായിട്ടുള്ള ആശയങ്ങൾക്കെതിരാകരുത്. പ്രാഥമികമായിട്ടുള്ള ബുദ്ധി അതിനെതിരായി വരാൻ പാടില്ല. ഭാഷാപരമായിട്ട് അംഗീകരിച്ചു പോകുന്ന തത്വങ്ങൾക്കെതിരായി വരാൻ പാടില്ല. എന്നിങ്ങനെ മത്നുകൾ സ്വീകരിക്കുന്നതിനും എണ്ണി 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 നിബന്ധനകൾ ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ സനദ് സഹിയായിരിക്കുക എന്നത് പ്രധാനമാണ്.
അതുപോലെ തന്നെ അതിൻ്റെ മത്തിനും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ചില മത്തിനുകൾ ഖുർആനിന്റെ മൗലിക ആശയത്തിന് വിപരീതമായി വരുമ്പോ പൂർവകാല പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണമെന്നാരാ പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മത്തിനിന് കുഴപ്പമുണ്ടെങ്കിൽ, കണ്ടന്റിന് കുഴപ്പമുണ്ടെങ്കിൽ, അത് ഖുർആനിന്റെ മൗലിക ആശയത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ഹദീസ് മാറ്റിവെക്കൽ ഹദീസ് നിഷേധമാകുമോ? അങ്ങനാണെങ്കിൽ ഏറ്റവും വലിയ ഹദീസ് നിഷേധി ആരാ? ഏറ്റവും വലിയ ഹദീസ് നിഷേധി ആരാണ് എന്ന് ചോദിച്ചാൽ ഇമാം ദാറുഖുത്നിയാണ് എന്ന് പറയേണ്ടി വരും. ഇമാം ദാറുഖുത്നിയാണെന്ന് പറയേണ്ടി വരും. ദാറുഖുത്നിയെ കുറിച്ചിട്ട് ഇമാം ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ദാറുഖുത്നിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ദാറുഖുത്നി എന്ന് പറഞ്ഞാൽ കാല ഫീഹിൽ ഖതീബുൽ ബാഗ്ദാദി ഫീ താരിഖ് ബാഗ്ദാദ് കാന ഫരീദ് അസ്രിഹി വ ഖരീഅ ദൈരിഹി വ നസീജ വഹദ വ ഇമാമ വഖ്തിഹി. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം വ വസഫഹു വൽ ഖാലി അബു തയ്യിബ് അത്വബരി കാന ദാറുഖുത്നി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ദാറുഖുത്നി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിൽ അമീറുൽ മുഅ്മിനീനാണ്. ഇത് ദഹബി വരെ എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇമാം ദഹബി പറഞ്ഞിരിക്കുന്നത് അൽ ഇമാമുൽ ഹാഫിൽ അൽ മുജവ്വിദ് ശൈഖുൽ ഇസ്ലാം. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ ദാറുഖുത്നിയെ പറഞ്ഞത്. ഈ ദാറുഖുത്നിയെ സംബന്ധിച്ചിട്ടാണ് ഹാഫിൾ ഇബ്നു ഹജർ തന്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് അദദുൽ അഹാദീസിൽ ലത്തി അല്ലഹ ദാറുഖുത്നി ഫി സഹീഹൈനി അലാ മാ അഹ്സാഹുൽ ഹാഫിൾ ഇബ്നു ഹജർ യബ്ലുഗ് 200 ഹദീസ് വഅശറ. 210 ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമായി വന്നിട്ടുള്ള 210 ഹദീസുകൾ ഇമാം ദാറുഖുത്നി നിരൂപണം നടത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഹദീസുകളെ സംബന്ധിച്ചുള്ള നിരൂപണം, അതിൻ്റെ മത്തിനുകളെ സംബന്ധിച്ചിട്ടുള്ള നിരൂപണം, അതിൻ്റെ സനദുകളെ സംബന്ധിച്ചിട്ടുള്ള നിരൂപണം ഒരിക്കലും ഹദീസ് നിഷേധമല്ല. ഇമാം ദാറുഖുത്നി മാത്രമല്ല, ഏതാണ്ട് മുസ്ലിം ലോകത്തെ ഒട്ടനവധി പണ്ഡിതന്മാർ, ആധുനിക ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന നാസറുദ്ദീൻ അൽബാനി ഉൾപ്പെടെ ഇമാം ബുഖാരിയുടെ ഹദീസുകളെ നിരൂപണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഹദീസ് നിരൂപണം എന്ന് പറയുന്നത് ഹദീസ് നിഷേധമല്ല. വിശുദ്ധ ഖുർആനിന്റെ മൗലിക ആശയത്തിനെതിരായിട്ട് ഹദീസ് വന്നാൽ അത് സ്വീകരിക്കാൻ സാധ്യമല്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾ നോക്കൂ, മുൻകഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചത് എങ്ങനെ? മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. ഉഹ്തി വൗസിബു, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാകും, ഞാൻ പറയുന്നത് ശരിയുമാകാം. ഫൻദുറു ഫീ റഅയി, എൻ്റെ അഭിപ്രായം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫകുല്ലു മാ വാഫക്കൽ കിതാബ, വിശുദ്ധ ഖുർആനിനോട് യോജിച്ചു വരുന്നത്, വസുന്ന, സുന്നത്തിനോട് അഥവാ സ്ഥിരപ്പെട്ട ഹദീസുകളോട് യോജിച്ചു വരുന്നത്, ഫഹുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിക്കൽ കിതാബ വസുന്ന ഫത്റുകൂഹു, ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു വരാത്തത് നിങ്ങൾ തള്ളേണ്ടതുണ്ട്. ലൈസ അഹദും ബഅദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരാളുമില്ല, ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുത്റക് ഇല്ല നബി, നബി തങ്ങളുടേതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് ബോധ്യപ്പെടുന്ന കാലത്തോളം അത് തള്ളാൻ സാധ്യമല്ല. വേറെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടുന്നതുണ്ട്, ഒഴിവാക്കപ്പെടുന്നതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനും സ്ഥിരപ്പെട്ട
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതല്ലെങ്കിൽ പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകൻ അംഗീകരിച്ചതാണ് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ആ ഹദീസുകൾക്കും എതിരായിട്ട് ലോകത്തേത് പണ്ഡിതന്മാർ പറഞ്ഞാലും അത് സ്വീകാര്യമേ അല്ല. കാരണം പണ്ഡിതന്മാർ പറഞ്ഞാൽ പലതും കുടുങ്ങും. അതുകൊണ്ടാണ് സക്കാഫിയുടെ മുന്നിൽ സിറാജ് ബാലുശ്ശേരി എന്ന് പറയുന്ന മുസ്ലിയാർ കുടുങ്ങിയത്. കാരണം ദഹബിയെ പിടിച്ചു. ദഹബിയെ പിടിച്ചപ്പോൾ എന്താ പറ്റിയത്? ദഹബി പറഞ്ഞത് മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു വെച്ചു. ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷേ പിന്നീട് ദഹബി പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ന്യായീകരിക്കാനുള്ള ശ്രമവും ഞാൻ ആ ക്ലിപ്പ് മുഴുവനായിട്ട് കേട്ടിട്ടുണ്ട്. ഈ സിറാജ് മുസ്ലിയാർ നടത്തുന്നുണ്ട്. പക്ഷേ പിന്നെ അയാൾ പറയുന്നുണ്ട്, ഇനി ദഹബി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പ്രമാണം പറഞ്ഞിട്ടില്ല. പ്രമാണം പറയാത്ത കാലത്തോളം ദഹബിയുടെ അഭിപ്രായം നമുക്ക് സ്വീകാര്യമല്ല. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് വിട്ടു. പണ്ഡിതന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മുൻപിൻ നോക്കാതെ തൊണ്ടയിൽ തൊടാതെ വിഴുങ്ങണമെന്ന ഒരു പ്രമാണം അവതരിപ്പിച്ചൂടെ? അതാണ് നമ്മൾ ചോദ്യം ചെയ്തത്. മുൻകഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെയും സ്ഥിരപ്പെട്ട തിരുചര്യയുടെയും എതിരായിട്ട് ലോകത്തേത് പണ്ഡിതൻ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല എന്നാ. നിങ്ങൾ നോക്ക്, ഇമാം ഗസ്സാലി, അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ഉസൂൽ ഫിഖിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അൽ മുസ്തസ്ഫ. മുസ്തസ്ഫയിൽ ഇമാം ഗസ്സാലി പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്, വഖദ് ദഹബ ഖൗമുൻ ഇലാ അന്ന മദ്ഹബ സഹാബി ഹുജ്ജ മുത്ലഖ. ചില ആളുകളുടെ അഭിപ്രായം, സഹാബിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് തെളിവാണ്, നിരുപാധികമായി. വഖൗമുൻ ഇലാ അന്നഹു ഹുജ്ജ ഇൻ ഖാലഫൽ ഖിയാസ്. ഖിയാസിനെതിരായി വരികയാണെങ്കിൽ അത് ഹുജ്ജയാണെന്ന് ചില ആളുകൾ പറയുന്നു. വഖൗമുൻ ഇലാ അന്നൽ ഹുജ്ജ ഫീ ഖൗലി അബീ ബക്കർ വ ഉമർ ഖാസ്സ ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്തദൂ ബില്ലദൈനി മിൻ ബഅദി. എനിക്ക് ശേഷം ഈ രണ്ടുപേരെ നിങ്ങൾ പിന്തുടരുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിനാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖൗലിൽ പ്രത്യേകമായിട്ട് ഹുജ്ജത്തുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു. മറ്റു ചില ആളുകൾ പറയുന്നത് ഖുലഫാഉർ റാഷിദുകൾ അവർ ഏകോപിക്കുകയാണ് എങ്കിൽ അതിൽ ഹുജ്ജത്തുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ പറയുകയാണ്, വൽ കുല്ലു ബാതിലുൻ ഇൻദനാ. മേൽ പറയപ്പെട്ടതെല്ലാം നമ്മുടെ അടുക്കൽ അടിസ്ഥാനരഹിതമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഫഇന്നമൻ യജൂസു അലൈഹിൽ ഗലതു വസ്സഹ്വു. ഗലത്തും സഹ്വും, മറവിയും അബദ്ധവും വരാൻ സാധ്യതയുള്ള ആളുകൾ, വലം തസ്ബുത് ഇസ്മതുഹു അൻഹു. ഇസ്മത്ത് അഥവാ പ്രവാചകന്മാർക്കുണ്ടാകാവുന്ന ഇസ്മത്ത്, പാപസുരക്ഷിതത്വം, അതുപോലെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ കാവൽ, അത് സ്ഥിരപ്പെടുകയും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഫലാ ഹുജ്ജത ഫീ ഖൗലിഹി, അവന്റെ വാക്കിൽ തെളിവില്ല. ഫകൈഫ യുഹ്തജ് ബിഖൗലിഹിം, പിന്നെങ്ങനെ ഇവരുടെ കൗലുകൾ ഹുജ്ജത്തായി സ്വീകരിക്കുക? മാ ജവാസിൽ ഖതഇ, അബദ്ധം പിണയാനുള്ള സാധ്യതയുണ്ടാകുമ്പോ വകൈഫ തുദ്ആ വകൈഫ തുദ്ആ ഇസ്മതുഹും മിൻ ഗൈരി ഹുജ്ജ മുതവാത്തിറ. മുതവാത്തിറത്തായിട്ടുള്ള തെളിവുകളുടെ പിൻബലമില്ലാതെ ഇവർക്ക് ഇസ്മത്തുണ്ടെന്ന് എങ്ങനെ വാദിക്കാൻ സാധിക്കും? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ, പ്രത്യേകിച്ച് ഉസൂലുൽ ഫിഖ്ഹിന്റെ അഗ്രഗണ്യനായ പണ്ഡിതനായിട്ടുള്ള ഇമാം ഗസ്സാലി, അബൂ ഹാമിദ് ഗസ്സാലി റഹ്മഹുല്ലാ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തി വെച്ചതാണിത്. എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഏത് പണ്ഡിതൻ പറഞ്ഞാലും, അപ്പോ ഇവിടെ കുറേ കിതാബുകൾ കൊണ്ട് വെച്ചു എന്ന് വെക്കുക, കൊട്ടക്കണക്കിന് കിതാബുണ്ട്. ആ കിതാബിൽ ആ ഹോജ ഇങ്ങനെ പറഞ്ഞു, ഈ ഹോജ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ഹോജ ഇങ്ങനെ പറഞ്ഞു. കുറേ ഹോജമാരുടെ ഇബാറത്തുകൾ ഒരു മൗലവി അല്ലെങ്കിൽ മുസ്ലിയാർ ധരിച്ചു.
പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരേ ഒരു ആയത്ത്, ഈ ആയത്തിന്റെ ലാഹിറിന്, അതിന്റെ ആശയത്തിനെതിരായിട്ട് 100 കണക്കിന് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന കെട്ടുകണക്കിന് കിതാബുകളിൽ പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ എങ്ങോട്ട് തള്ളണം? മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയണം. ആരാ പറഞ്ഞത്? അഇമ്മത്തുൽ മദാഹിബ് എന്ന് പറയുന്ന, മുജ്തഹിദീങ്ങൾ എന്ന് പറയുന്ന മദ്ഹബിന്റെ ഇമാമുകളാ പറഞ്ഞിരിക്കുന്നത്. ഏകകണ്ഠമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ലാഹിറിനെതിരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തെ മതിലിനപ്പുറത്തേക്ക് തള്ളുക. കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കിതാബുകൾ ഇങ്ങനെ ഉദ്ധരിച്ചത് കൊണ്ട്, മഹാന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്തു പറഞ്ഞത് കൊണ്ട് വിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകൾക്കും എതിരായിട്ടാണ് വരുന്നതെങ്കിൽ അത് സ്വീകാര്യമല്ല. ഖുർആൻ എന്ന് പറയുന്നത് 1-ാം പ്രമാണം, ഹദീസ് എന്ന് പറയുന്നത് 2-ാം പ്രമാണം. 2-ാം പ്രമാണത്തിൽ 1-ാം പ്രമാണത്തിന്റെ മൗലിക ആശയത്തിനെതിരായിട്ടാണെങ്കിൽ ആ 2-ാം പ്രമാണം സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? അവിടെ വ്യാജം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്, മറ്റേടത്ത് വ്യാജം വരില്ല. അപ്പൊ 2-ാമത് വന്നത് വ്യാജ. പക്ഷേ പറഞ്ഞു പറഞ്ഞ് ചില പുത്തൻ കൂറ്റുകാരായിട്ടുള്ള മുജാഹിദുകൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ഈ വ്യാജമായിട്ടുള്ളതിനെ തുണയ്ക്കുന്നതായി 1-ാം പ്രമാണത്തെ കാണുന്നിടത്തേക്ക് എത്തി. അതാ പറ്റിയത്. അതാണ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഖുർആനിന്റെ ഇജാസ്, അമാനുഷികത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുദ്സിയായ ഹദീസുകൾക്ക് പോലും ഇല്ല എന്ന് ഇപ്പൊ ഇറങ്ങിയ അൽമനാറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ 1-ാം പ്രമാണം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് 2-ാം പ്രമാണം. അത് സ്ഥിരപ്പെട്ടു വന്നാൽ അത് സ്വീകരിച്ചേ പറ്റൂ. എന്നാൽ ഈ ഹദീസ് അതിന്റെ സനദൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിനകത്ത് വന്ന ഒരു കണ്ടന്റ്, വിശുദ്ധ ഖുർആനിന്റെ മൗലികമായിട്ടുള്ള ആശയത്തിന്, ഖുർആൻ തുറന്നു കാണിക്കുന്ന ഒരു സന്ദേശത്തിന് എതിരായിട്ടാണ് വന്നതെങ്കിൽ മുൻകാല പണ്ഡിതന്മാർ ആരെങ്കിലും അത് തള്ളിയിട്ടുണ്ടോ, മാറ്റിവെച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ടോ? ഇല്ല. അങ്ങനെ പറയണമെന്ന ഒരു പ്രമാണം ഇസ്ലാമിലില്ല. അങ്ങനെ പറയണമെന്ന ഒരു പ്രമാണം ഇസ്ലാമിലില്ല. ഇജ്മാ എന്ന് പറയുന്നത് 3-ാമത്തെ പ്രമാണമാണ്. പക്ഷേ ഈ 3-ാമത്തെ പ്രമാണം എവിടെ നിന്നാ വരുന്നത്? അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കൃത്യമായും മനസ്സിലാക്കി അതിന്റെ ആശയത്തിന് വിപരീതമാകാത്ത രൂപത്തിൽ ഒരു കാലത്തെ പണ്ഡിതന്മാർ ഏകോപിക്കുന്നതാണ്. അതാണ് ഇജ്മാ. സഹാബികളുടെ കാലഘട്ടത്തിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ടെങ്കിലും പിന്നീട് ഇജ്മാ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ തന്നെ അഭിപ്രായ ഐക്യമില്ല. 3-ാമത്തെ പ്രമാണമായി ഇജ്മാഇനെ കാണുന്നത് അവിടെയാണ്. അത് അടിസ്ഥാന പ്രമാണമല്ല, അത് ദ്വിതീയ പ്രമാണമാണ്, അത് അനുബന്ധ പ്രമാണമാണ്. ഇജ്മാ, ഖിയാസ് എന്ന് പറയുന്നത് അനുബന്ധ പ്രമാണങ്ങളാണ്. അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആൻ 1, 2-ാമത്തെ പ്രമാണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ഹദീസ്. അങ്ങനെ മനസ്സിലാക്കണം. ഇനി ഖുർആനിനെതിരായിട്ട് വരുന്ന ഹദീസുകളെ സംബന്ധിച്ച് നിരൂപണം നടത്തിയാൽ അതൊരിക്കലും ഹദീസ് നിഷേധമല്ല. അങ്ങനെ ഹദീസ് നിഷേധമാണെന്ന് പറയുകയാണെങ്കിൽ അഹ്ലുസുന്നയുടെ ഒട്ടനവധി പണ്ഡിതന്മാർ, അത് മഹാനായ ദാറുഖുത്നി തുടങ്ങി നാസറുദ്ദീൻ അൽബാനി വരെയുള്ള പണ്ഡിതന്മാർ ഹദീസ് നിഷേധികളാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഹദീസ് നിരൂപണം എന്ന് പറയുന്നത് അവസാനിച്ചോ? നാസറുദ്ദീൻ അൽബാനിക്ക് ശേഷം പിന്നീട് ഹദീസ് നിരൂപണം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹദീസ് നിരൂപണം എന്ന് പറയുന്നത് ഒരിക്കലും ഹദീസ് നിഷേധമല്ല. ഇത് മനസ്സിലാക്കണം, ഇത് കൃത്യമായി തിരിച്ചറിയണം. ഇത് എൻ്റെ അഭിപ്രായമല്ല. ഇമാം ദഹബി ഉൾപ്പെടെയുള്ള
മുൻകഴിഞ്ഞു പോയ സലഫുകളായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഇത് പറഞ്ഞത്, ദാറുഖുത്നിയെ കുറിച്ച് പറഞ്ഞത്? എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടത്തിയിട്ടുണ്ട്, പല വിഷയങ്ങളിൽ ഖണ്ഡനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഖണ്ഡനം നടത്തിയപ്പോൾ ദാറുഖുത്നിയെ ഏതെങ്കിലും ഒരു മുഹദ്ദിസ് ദാറുഖുത്നി ഹാക്കിദാണെന്ന് പറഞ്ഞോ? ഹാക്കിദാണെന്ന് പറഞ്ഞോ? ജാഹിദുൽ ഹദീസാണെന്ന് പറഞ്ഞോ? ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞോ? കാഫിറാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മുജാഹിദുകൾക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആവറേജ് ബുദ്ധി നഷ്ടപ്പെട്ട പുത്തൻ കൂറ്റുകാർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയാത്ത ആളുകൾ തൗഹീദും ആദർശവും സുന്നത്തും ഒക്കെ പറയാൻ വന്നപ്പോഴാണ് കുഴപ്പം വന്നത്. നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് സലഫില്ല, മുജാഹിദില്ല എന്ന് പറഞ്ഞ് ഫയലുകളുമായി നാട് നീളെ ഓടി നടന്ന ആളുകൾ ഇന്നവർക്ക് സലഫ് പ്രശ്നമല്ല പേരിൽ, മുജാഹിദ് പ്രശ്നമല്ല പേരിൽ. പക്ഷേ ഇപ്പോഴത്തെ പുത്തൻ കൂറ്റുകാർക്ക് അറിയണമെന്നില്ലത്. അതുകൊണ്ട് കാരണവന്മാരോട് ഇക്കമാരോട് ചോദിക്കണം, മുമ്പ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇന്ന് പേരിനകത്ത് പോലും മുജാഹിദില്ല, സലഫില്ല. പണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി കിട്ടിയ ആളുകൾ പറഞ്ഞു നടന്നത് മുജാഹിദില്ല, സലഫില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് അവരുടെ പേരെന്താ? ആ പേരിന് എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ ജൂതന്മാരുടെ മിഷണറി പ്രസ്ഥാനവുമായിട്ടാണ് അതിന് സാമ്യമുള്ളത്. ആ പേരിന് സാമ്യമുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. പക്ഷേ ഇതിനകത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. പക്ഷേ ഇവറ്റകൾ പറയുന്നത് ബുദ്ധി ഉപയോഗിക്കാനേ പാടില്ല എന്നാ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിച്ചു നോക്ക്. ഖുർആൻ ആവർത്തിച്ച് ബുദ്ധിയെ തട്ടി ഉണർത്തുകയാ. ബുദ്ധി ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്, യുക്തി ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്. ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിലും വിശുദ്ധ ഖുർആനിന്റെ മൗലിക ആശയങ്ങൾക്കെതിരാകരുത് എന്ന് പറഞ്ഞതുപോലെ ഇബ്നു ഹജറിന്റെ നുസ്ഖത്തുൻ നദർ ഫീ നുഖ്ബത്തുൽ ഫിക്ർ എന്ന് പറയുന്ന കിതാബ് എടുത്ത് വായിച്ചു നോക്കുക. ഉസൂൽ ഹദീസിന്റെ കിതാബാണ്. ആ കിതാബിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സ്വരീഹുൽ അഖ്ലിനെതിരാകരുത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ള ബുദ്ധി അങ്ങനെ എതിരായി വരുന്നത് ഹദീസാകില്ല. അതാ പറഞ്ഞത്, വ്യാജമായിട്ടുള്ള ഹദീസ് നിർമ്മിച്ച ആളുകൾ ചെയ്ത പണി സഹിയായ സനദ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പണിയെടുത്തത്, അധ്വാനിച്ചത്. അങ്ങനെയാണ് ഉസൂൽ ഹദീസിന്റെ കിതാബുകൾ ഉണ്ടായത്. അങ്ങനെയാണ് ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ മാനദണ്ഡങ്ങൾ വന്നത്. കുറഞ്ഞ പക്ഷം അമാനി മൗലവി വിവർത്തനം ചെയ്ത ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. മുസ്തഫ സബായിയുടെ അസുന്നത്തു വ മക്കാനത്തുഹ ഫിഷരിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അത് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. വിശദീകരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ അൽമനാറിലും അദ്ദേഹത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മുസ്തഫ സബായിയെ കുറിച്ചിട്ട് ആ ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒന്ന്, രണ്ടാമത്തെ പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട തിരുസുന്നത്തെ ഹദീസ്. അത് പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് ചെയ്തു, അല്ലെങ്കിൽ പ്രവാചകന്റെ അംഗീകാരമുണ്ടായി എന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കണം. അത് സ്വീകരിക്കപ്പെടുന്നത് ഒരിക്കലും അത് ഖുർആനിന് എതിരാവുകയില്ല, എതിരാകരുത്. എതിരായി വന്നാൽ, ഖുർആനിന്റെ മൗലിക ആശയത്തിനെതിരായി വന്നാൽ, ആ മത്തിനെതിരായി വന്നാൽ സനദ് സഹീഹാണെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റില്ല. അത് KP മുഹമ്മദ് പോലെ എഴുതിയ തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. കാരണം തവസ്സുൽ ഇസ്തിഗാസയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മൗലൂആത്തുകൾ, വ്യാജ നിർമ്മിതമായിട്ടുള്ള ഹദീസുകൾ എടുത്തുദ്ധരിക്കുന്ന യാഥാസ്ഥിക വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് അദ്ദേഹം ആ വിഷയം കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് എന്താ ഖിയാസ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ അസ്ലുണ്ടാകും, അസ്ലിനൊരു ഹുക്കുമുണ്ടാകും. പക്ഷെ അസ്ലിനൊരു ഹുക്കുമുണ്ടാകും, എന്നാൽ ഒരു ഫർഉ വരും.
ഞാൻ അസ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു സംഗതി, അതാണ് അസ്ൽ. അതിനൊരു ഹുക്കുമുണ്ടാകും. പക്ഷേ ഫർഇ എന്ന് പറയുമ്പോൾ അതൊരു പുതിയ പ്രശ്നമാണ്. അപ്പോ ഈ അസ്ലിന് ഹുക്കുമ് നൽകിയത് എങ്ങനെയാണെന്ന് നോക്കണം. ആ അസ്ലിന് ഹുക്കുമ് പറഞ്ഞത്, വിധി പറഞ്ഞത്, അതിനുള്ള ഇല്ലത്ത് എന്താണെന്ന് നോക്കും, കാരണം എന്താണെന്ന് നോക്കും. ആ കാരണം ഈ ഫർഇനുണ്ടോ, ഈ പുതിയ വിഷയത്തിനുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഈ കാരണങ്ങൾ ഒരുപോലെയാകുമ്പോൾ ആ അസ്ലിന് വന്ന ഹുക്കുമിനെ ഈ ഫർഇന്റെ ഹുക്കുമായിട്ട് പറയും. ഇത്തരത്തിൽ നടത്തപ്പെടുന്നതാണ് ഖിയാസ്. അതിനെ ഇമാം ഷാഫി തന്റെ റിസാലയിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസി